ഹലോ, എന്തോടി? എടി എപ്പോഴെത്തിയടി നിങ്ങളെ? ഞാൻ കൂടെ എത്തിയതേടി. ഇന്ന് കേറാൻ പോകുന്നേ ഉള്ളു കേട്ടോ. നമ്മൾ തറയിൽ നിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ കടുമണി പോലെയല്ലേ ഉള്ളൂ. ആഹാ, ഓ വലിയ സാധനം ഇത്. എടി നിന്റെ അച്ചായൻ എന്തേടി? അയ്യോ, പുള്ളിക്കാരൻ ആദ്യമായിട്ട് ആയോണ്ട് പേടിച്ചിരിക്കുക. ആഹാ, അപ്പൊ നീയോ? ഞാൻ ഫസ്റ്റ് ആയിട്ട് ഭയങ്കര ടെൻഷൻ എനിക്കങ്ങ്. അത് കൊള്ളാം. എടി ഞാൻ പറഞ്ഞതേ കൊണ്ടുവരണേ. എന്തോടി? മേഘക്കട്ട. ഞാൻ മേഘക്കടയിൽ പോയതാണ്. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന ആകാശത്തെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. നീ എങ്ങനെങ്കിലും കൊണ്ടുപോ. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന സമയം പോയതറിഞ്ഞില്ല. എനിക്ക് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണം. വെച്ചിട്ട് പോ. ശരി. അതല്ലമ്മ പെറ്റതല്ല എന്നെ, എന്റെ അമ്മ പെറ്റതാണ് എന്നെ. പെറ്റതോ പെറ്റ് ഒരു നല്ല സാധനത്തെ പെറ്റൂടെ. എന്താ പാട്ടാടി പിന്നെ ഇത്? ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാ. എന്താ പാട്ടാ? എനിക്കാണെങ്കിൽ പാൻ്റെ ആദ്യമേ ഇടുന്നതുകൊണ്ട് വല്ലാത്തൊരു ഒക്കരുതാഴിയുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, ബെൽറ്റ് എടുത്തിട്ട് പാൻ്റകത്ത്. പിന്നെ അങ്ങനെ നീ പറയുമ്പോൾ ബെൽറ്റ് ഒന്നും അങ്ങനെ ഇടാൻ ഒക്കത്തില്ല. എന്തുവാ? കഴിഞ്ഞ പ്രാവശ്യം രമേശ് പോയിട്ട് വന്നതാ. അവൻ വയറ്റേ കയറിയപ്പോൾ പറഞ്ഞു ഒരു പെണ്ണ് വന്ന് പറയും, അന്നേരം ഈ ബെൽറ്റ് ഇടാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഇടത്തില്ല ഏതെങ്കിലും പെണ്ണ് പറഞ്ഞ് കെട്ടിടാൻ വേണ്ടി ഇരിക്കുക. നിനക്ക് അറിയാം, ആ പെണ്ണെ വിളിച്ചോണ്ട് പോയില്ലേ, ഞാൻ തുണിയില്ലാതെ ഫ്ലൈറ്റിലിരിക്കും. ആ പെണ്ണ് വരുമല്ലോ. എന്തോ ഒരു ഇടപാടാ. സാധനങ്ങളെല്ലാം എടുത്താ? എല്ലാം എടുത്തിട്ട് കേട്ടോ, നോക്കിയാ. ഞാൻ അമ്പലം എടുത്തിട്ടേക്ക് എന്തിനാ? നീ അല്ലേ പറഞ്ഞ അമ്പലം മേടിച്ചോണ്ട് പോവാ കൊച്ചിന് കൊണ്ടുപോരാന്ന്? എന്റെ പൊന്നു മനുഷ്യ, അമ്പലം അല്ല 50 പഴം മേടിച്ചോണ്ട് വരണം കൊച്ചിന് കൊണ്ട് കൊടുക്കാൻ. 50 പഴമെന്നാണോ? പിന്നല്ലാതെ. അയ്യോ, എന്തോ പറയാ. ഉറക്കം വരുന്നാ? പിന്നെ ഉറക്കം വരുന്ന ചോദിച്ചേ. ഉറക്കാൻ വരുന്നോന്നല്ല, നിങ്ങൾക്ക് ഉറക്കം വരുന്നോന്ന്. ഉറക്കം വരുന്നോന്ന് അല്ല, ഉറക്കം വരുന്ന ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ കൊച്ചു ഇന്നലെ ഒരു ശകലം പോലും ഞാൻ ഉറങ്ങിയില്ല. അതെന്താ പറ്റി? വെളുക്കും വരെ സ്വപ്നം കാണുമായിരുന്നു. അത് ഉറക്കത്തിലല്ലേ നിങ്ങൾ കണ്ടത്? നേരം വെളുക്കും വരെ സ്വപ്നത്തിനിടെ എപ്പ കിടന്ന് ഉറങ്ങാനാ? അത് കൊള്ളാം. ഞങ്ങളുടെ സ്വപ്നം എന്താന്ന് ചോദിക്കേ. എന്തുവാ? നിനക്ക് വിഷമം വരും, പക്ഷെ എനിക്ക് സന്തോഷം കൂടെ ഉണ്ട്. കേട്ടെ, ഞാൻ രണ്ടാമത് കെട്ടി. നീ സ്വപ്നത്തിലല്ലയോ? സ്വപ്നത്തിലാലും എനിക്ക് സഹിക്കത്തില്ല. ഇച്ചായോ ഞാൻ പറയട്ടെ, രണ്ടാമത് കെട്ടി. ഒരു വഴക്കുമില്ല, ഒരു പ്രശ്നവുമില്ല, ടെൻഷൻ ഇല്ല, സുഖമായിട്ട് ജീവിക്കുന്നു. അതാ സ്വപ്നം കണ്ടത്. ഈ വെളുപ്പിനെ എല്ലാവരും വിളിച്ചില്ലയോ? ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊട്ടി നിൽക്കുവാ. പക്ഷെ നമ്മൾ പോയതിന്റെ അത്രയുള്ളതാണ് ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നീ രണ്ടാമത് വിളിച്ചില്ലയോ? എന്നാൽ ഞങ്ങൾ വയറ്റിലെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇല്ല, ഒരു ആവശ്യമില്ല, സംസാരിക്കല്ലേ. സ്വപ്നത്തിലല്ലയോടി? സ്വപ്നത്തില്. പറയാനെന്ന് പറ. മാനം എപ്പം പോവും? അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്റെ മാനം പോകുന്ന കാര്യമല്ല, ഈ സാധനം പോകുന്ന കാര്യം ഞാൻ ചോദിച്ചത്. വിമാനം. വിമാനം എപ്പം പോവും? വിമാനം പോണെങ്കിൽ ഇനി അതിനകത്ത് ആള് വരണം. എന്തുവാ പറഞ്ഞിട്ട് ചേടാ, ഭയങ്കര ഇടപാട്. ആരാടാ ചോദിക്കുന്നത്? നീ എന്തോ ചെയ്യടി? ഇതിനകത്ത് വന്ന് പെട്ടുപോയല്ലോ. ഒന്നും അറിയാനും വയ്യ, തിന്നാനും കൂടെ. പ്ലീസ് മേക്ക് സെൻസ് ആൻഡ് സീറ്റ് ബെൽറ്റ് ഇടാൻ. നിങ്ങളെ ഞാൻ നോക്കി ഇരിക്കുവായിരുന്നു. ഇല്ല, എന്നെ ആ തുണിയില്ല നിന്നേനെ പറയണ്ടായിരുന്നു. നിങ്ങൾ ഇതെന്താ കാണിക്കുവാ? ബെൽറ്റ് ഇടാൻ. അതാ ഞാൻ നോക്കി. അതല്ല, സീറ്റ് ബെൽറ്റ് ഇടാൻ. ഇവിടോട്ട് ഇരിക്കാം. സീറ്റ് ബെൽറ്റോ? രമേശ് പിന്നെന്തോ അടി പറഞ്ഞത്? ആദ്യം ഇട്, ബെൽറ്റ് ഇട്, പെട്ടെന്നിടാ. സീറ്റ് ബെൽറ്റ് ഇടാനാണോ? മൊബൈൽ ഫ്ലൈറ്റ് മോഡ് ഇടുക. മൊബൈൽ ഫോണോ? എന്താ കാണിക്കുവാ? ഫ്ലൈറ്റ് മോഡിൽ ഇടാൻ പറഞ്ഞു. ഇവിടോട്ടിരിക്കും. അതിങ്ങനെ മൊബൈൽ ഉണ്ടോ കയ്യില്? തനങ്ങാതിരിക്കുവോ, എല്ലാം കൂടെ തേക്കകത്ത് വെച്ച് പോകാൻ. ഒന്ന് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആയിക്കോട്ടെ. അത് ശരി. വിമാനം പറക്കാൻ പോകുന്നതിന് മുമ്പുള്ള സിഗ്നൽ കാണിച്ചിരിക്കുവാണ്. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണമെന്ന്. കാണിച്ചോ. നിനക്ക് മനസ്സിലായില്ല? എന്റെ ദൈവമേ, എനിക്ക് ഈ ഗതി വന്നല്ലോ. നീ കാണിക്കുന്ന കാണീര്. ഞാൻ 30 വർഷം മുമ്പേ കാണിക്കണമായിരുന്നു. അതുകൊണ്ട് മനസ്സറിയാ നീ ഫ്ലൈറ്റ് കയറിയില്ലേ? അതെന്റെ കുഞ്ഞുണ്ടായിട്ട് മാറിയായിരുന്നു. കണ്ണുകളി നോക്കി കാര്യം പറയായിരുന്നു. അടുത്ത സിഗ്നല് താഴ്ന്നു. ഇതൊരു സിഗ്നൽ എന്നെ കൈയുടെ മുട്ട് വേന എടുത്തു. എന്തോ നമ്മുടെ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ? സെക്രട്ടറി എന്തോ ഏറ്റേ? അതല്ല, നമ്മൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ? ഇല്ല, അതില്ല, ഇത് പെരുന്നാട് വഴിയാ. പ്ലീസ്, വിമാനം കിടരാൻ പോവുകയാണ്. എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു. ഓക്കെ, ആയിക്കോട്ടെ. അയ്യോ, എന്തുവാ? എനിക്ക് മേഘത്തിന്റെ മണം പിടിക്കുന്നില്ല. നടക്കാൻ പറ്റും. വല്ലാത്തൊരു മണം. എന്തൊരു എന്ത് പറ്റി നോക്കുന്നേ? നക്ഷത്രം കാണാൻ നമ്മളിങ്ങനെ മണ്ടേ വന്നില്ലേ? ഞാൻ ഇവിടെ നഷ്ടം എണ്ണിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ ഉണ്ടോടി?
ചന്ദ്രൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കവല നിൽക്കുന്ന കണ്ടില്ലായിരുന്നു. അതല്ല പിന്നെ ഈ മാനത്ത് കാണുന്നത് ഇത് രാത്രിയിലെ കാണാൻ പറ്റും, ഇതിപ്പോ പകലല്ലയോ? രാത്രിയിലൊന്ന് ഇറങ്ങണം. ഇറങ്ങണം. ഒരു ദിവസം രാത്രിയിലൊന്ന് ഇറങ്ങണം. ഹലോ, പിന്നെ സൈലൻസ് പ്ലീസ്. നിങ്ങൾ ഇവിടെ കിടന്ന് എന്തോ കാണിക്കുക രണ്ടുപേരും കൂടെ? വേണ്ട, ഒരു കാര്യം കേട്ടണം. ഞാനും എന്റെ അണ്ണനും കൂടെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു വിമാനമായത്. 2 പിള്ളേരുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കണം. കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു വകയില്ല വീട്ടില്. ഈ വിമാനത്തിൽ നിന്ന് കൊണ്ടുവിട്ടിട്ട് വരുന്നത് എന്തോ നക്കാപ്പിച്ചയായി കിട്ടുന്നത് കൊണ്ട് എന്തോ ചെയ്യാനാ? നിങ്ങളെ പോലുള്ള ആൾക്കാരില്ലേ കയറുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചും മര്യാദയ്ക്കും ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യണം. താങ്ക് യു. ടാങ്ക് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കോ. നമുക്കിതിന് വലുത് വരാനിരുന്നു. നല്ലൊരു ഫ്ലൈറ്റ് മോളെ തറയായോ? അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി. അതല്ല ഇറങ്ങാറായോ? ഇറങ്ങാറാവുമ്പോൾ ഇവിടുന്ന് സിഗ്നൽ തരും. ഓക്കെ, താങ്ക് യു. പിന്നെ ഉടനെ കാണാൻ ബെൽറ്റ് ഇടേണ്ട വരുമോ? എവിടെ ഇതിന്റെ അറ്റം അറിയാവുന്ന ഒരാളെ ഒന്ന് കൊണ്ടുവരാനൊക്കെ കൂടെ തോന്നുമ്പോ ഏതാണ്ട് എടുക്കുവാന്ന് തോന്നുന്നു. ആ കുത്തിവെപ്പിന് ആട് വരും. കോഫി ഓർ ടീ? സോഫി ആന്റി ആണോന്ന്? നോ സോഫി ആന്റി, അയ്യാ മുനി ആന്റി. അയ്യോ അല്ല, മുനി ആന്റി. മിനി മിനി. അയ്യോ, അതല്ല ചോദിച്ചത്. നിങ്ങൾക്ക് ചായ വേണോ കോഫി വേണോ? എനിക്ക് കോഫി. കോഫി. എനിക്ക് കട്ടൻ ചായ. ഈ സാധനം ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് ഒന്നാതെ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓട്ടം നഷ്ടമാണെന്ന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി പച്ചവെള്ളം ചൂടാക്കിയതുണ്ട്. അത് വെച്ചോ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ലിക്കർ കിട്ടുമോ? അവരവർ കൊണ്ടുപോകേണ്ട ഡ്രസ്സുകൾ അവരവർ തന്നെ കൊണ്ടുവരണം. ലിക്കറോ? അതിവിടെ കിട്ടത്തില്ല. പിന്നെ നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള പാരച്യൂട്ട് തയ്യാറായിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഇത് എവിടായി? ഇതിപ്പം നോക്കട്ടെ, ഒന്ന് മാറി. എവിടെ നോക്കി? ഇപ്പം പാകിസ്ഥാന്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുക. അയ്യോ, അപ്പൊ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നാൽ ECG എടുക്കണം. ഈസി ഒരു അറ്റാക്ക് വരുന്ന കാര്യമല്ല പറഞ്ഞേ. ഈ വിമാനം തട്ടിക്കൊണ്ട് പോകുമോ എന്തെങ്കിലും മറ്റേ? അയ്യോ, ആരും അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്തില്ല. അഥവാ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാരച്യൂട്ട് ഉണ്ട്. മനസ്സിലായില്ലയോ? പാരച്യൂട്ടിന് വെളിച്ചിട്ട് തലയിൽ തേച്ചെടുത്ത് ചാടിയാ മതി. പാരച്യൂട്ടിന് എന്നെ ദേഹത്ത് ഒഴിച്ചിട്ട് ചാടുക. പഴുതി അങ്ങ് പൊക്കോളും. ഒരു മയത്തിന് രക്ഷപ്പെടാം. ഹലോ, സീറ്റ് അല്ല ഊരിയോ എല്ലാരും? ഇടണോ? ഇട്ടോ, ഇപ്പൊ ഇടണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇട്ടാ മതി. ഓക്കെ, അണ്ണൻ എന്ത് ചെയ്യുന്നോ എന്തോ. ഓക്കെ. അല്ല, ഒരു കാര്യം ചെയ്യ്, സീറ്റ് ബെൽറ്റ് ഒന്നുകൂടെ ഇട്ടേരെ. താഴാൻ പോവല്ല. അണ്ണൻ ഉറക്കം വരുന്നോന്ന്. അവരണ്ണൻ എന്റെ ഓടിക്കുന്നേ. അണ്ണാ ശരിക്കും മുറുക്കി ഇട്ടു. ദൈവമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് നാട്ടിലെവിടാ? ഞങ്ങളിപ്പോ പോകുന്നത് എവിടാന്ന് ആദ്യം പറയാം. എവിടാ പോകുന്നത്? തപ്പി പോവാന്ന്? തപ്പിയല്ല, അബുദാബി. മോളെ എവിടെ കെട്ടിച്ചേക്കുന്നേ? അവള് ഗർഭിണിയാ. ഫ്ലാറ്റിലാ താമസിക്കുന്ന. ഗിഫ്റ്റ് കിട്ടിയതാ. അയ്യോ അല്ല, ഫ്ലാറ്റ് അവിടെ താമസിക്കുന്നേ. ഞങ്ങൾ അങ്ങോട്ട് പോകും, ഞങ്ങൾ രണ്ടുപേരും കൂടെ. ആ മോനും അവിടെ അല്ലയോ? എവിടാ? ബദാം. ദമാം. ഏതായാലും ഗുദാമില്ല. ശ്രദ്ധിക്കണം. പത്തനംതിട്ടന്നാണോ വരുന്നത്? അതെ അതെ അതെ. അതെനിക്ക് തോന്നി, നിങ്ങളുടെ സംസാരം കേട്ടപ്പോ തോന്നി. നിങ്ങൾ എവിടുന്ന ഈ ഫ്ലൈറ്റ് കയറുന്നത്? കൊച്ചിന്നാണോ കയറുന്നത്? അയ്യോ, അതൊന്നും കേറണ്ട. അടുത്ത വർഷം പത്തനംതിട്ട മിനി എയർപോർട്ട് വരാൻ പോവാ. ആണോ? അറിഞ്ഞ മനസ്സിലായില്ലേ? മിനി ഒരു തട്ടുകട വെച്ചിട്ട് ചീറ്റി പോയി. ഇനി ആ മിനി എയർപോർട്ട് ഉണ്ടാക്കുക സ്വന്തമായിട്ട്. അത് ശരിയാ. അതല്ല, ചെറിയ ഒരു എയർപോർട്ട് വരാൻ പോവാണെന്ന് ശ്രദ്ധിച്ചിരിക്കെ. ചെറുതോ? ഓക്കെ, ചെറിയ എയർപോർട്ട്. താങ്ക് യു. ഓക്കെ, അതിന് മോളെ നീ വന്നേ. വിളിച്ചെന്തോ സംശയം ചോദിച്ചു. ഇപ്പൊ എത്ര മണിക്കൂർ യാത്രയാണ് അങ്ങോട്ട്? 6 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇത്. 6 മണിക്കൂർ. പിന്നെ വേറൊരു കാര്യം ചെയ്യണം. അയ്യോ, നിക്കേ, എനിക്കൊരു കോള് വരുന്നു. എന്താ വന്നോ? ഒന്ന് പറഞ്ഞേ. എന്താ വരുന്നു? എല്ലാരും ബെൽറ്റ് ഇട്ട് സൂക്ഷിച്ചിരിക്കുക. പാസഞ്ചേഴ്സ് ഓഫ് ആകാശ കട്ടർ. വിമാനം ആകാശ കട്ടർ കയറാൻ പോകുന്നു. ഇതെന്തോ കട്ടറ ഇത്? സ്ഥിരം ആകാശത്തൊക്കെ കട്ടറുണ്ടോ അതിന്? പിന്നെ എയർ കട്ടർ എന്ന് പറയും. മോളെ എത്ര മണിക്കൂർ എത്തും പറഞ്ഞില്ലല്ലോ അത്? ഇത് 6 മണിക്കൂർ ആകുമ്പോഴത്തേന് എത്തും. 6 മണിക്കൂറൊക്കെ യാത്ര ഭയങ്കര ലാഗടിക്കും. അതെന്ത്? 10-12 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ലാഗാ. പിന്നെ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് ഈ വിമാനം സ്റ്റോപ്പ് ചെയ്താലോ? അതാ നല്ലത്, ഇല്ലേ അണ്ണാ? പിന്നല്ലാതെ.